വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ നമുക്കറിയാം ദേവസ്വം ബോർഡ് LD ക്ലർക്കിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള വേക്കൻസിയാണ് നമ്മുടെ LD ക്ലർക്ക് അല്ലെങ്കിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് LD എന്ന് പറയുന്നത് അല്ലേ. അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് ഉണ്ട്. പിന്നെ ഏതാണ് കൂടൽമാണിക്യം LD ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആ ഒരു എക്സാമിനായിട്ടുള്ള സിലബസ് നമ്മുടെ മുന്നിലില്ല അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങും? അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാൻ എന്നുള്ളത് ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് വെച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ അത് പഠിച്ചാൽ മതിയല്ലോ അല്ലേ. കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ എക്സാമിനും ഒരുപോലെയാണ്. പിന്നെയുള്ള ഡൗട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ക്ലർക്കിലെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സിലബസ് വന്ന സമയത്ത് അതിൽ എന്തൊക്കെയായിരുന്നു പഠിക്കാനുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത LDക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, പഠനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നറിയാത്ത നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആദ്യം സിലബസ് കൃത്യമായിട്ട് വൈഡായിട്ട് തന്നെ നോക്കിയിട്ട് പോകാം. ഓക്കെ, അതിൽ അടുത്തത് സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ സിലബസിൽ നിന്ന് എങ്ങനെയാണ് കഴിഞ്ഞ LD ക്ലർക്കിന് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് ഓരോന്നും ചോദ്യം എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും എന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, നമ്മുടെ സിലബസിൽ നമുക്കറിയാം 100 മാർക്കിനാണുള്ളത്. സാധാരണ PSC എക്സാമുകൾ നടത്തുന്ന പോലെ തന്നെ 100 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും അല്ലെ, 0.33 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. സാധാരണ PSCക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിനും KDRB എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പാർട്ട് 1 പൊതുവിജ്ഞാനവും ആനുകാലികവും, അതായത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർ, കുറച്ച് വലിയൊരു ഏരിയ ആണ് ജനറൽ നോളജും കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, പാർട്ട് 2 മാത്സ് ആണ്, ലഘുഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, അങ്ങനെ 10 മാർക്കിന് എന്ത് വരും, നമ്മുടെ ഈ ഒരു മാത്സ് വരും. പിന്നെ ഇംഗ്ലീഷും ഒരു 10 മാർക്കിന് ഇംഗ്ലീഷ് വരും. ഇംഗ്ലീഷ് വെക്കാബുലറിയും ഗ്രാമറും 5 മാർക്കിന് വെക്കാബുലറിയും 5 മാർക്കിന് ഗ്രാമറും ഉൾപ്പെടെ 10 മാർക്കിന് ഇംഗ്ലീഷും വരും. അതേപോലെ തന്നെയാണ് മലയാളവും എന്ന് പറയുന്നത്, 10 മാർക്കിന് മലയാളവും വരും. ഓക്കെ, പിന്നുള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനം, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. പ്രത്യേകിച്ച് നമ്മളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDക്ക് എന്താണ് വേർഡ് പ്രോസസ്സിംഗ് പറഞ്ഞതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ചോദ്യങ്ങളൊക്കെ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം, എല്ലാ എക്സാമിനും വരാറുണ്ട്. എന്തായാലും ട്രാവൻകൂർ LDക്ക് എന്തായാലും ചോദ്യങ്ങൾ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഓക്കെ, അതോടൊപ്പം തന്നെ ക്ഷേത്രകാര്യങ്ങൾ, ഇപ്പം റീസെൻ്റ് ആയിട്ട് എക്സാമിൽ ഒരു 10 മാർക്കിനൊക്കെ ഏത് വരുന്നുള്ളൂ, നമ്മുടെ ഈ ഒരു ക്ഷേത്രകാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇതൊരു 50 മാർക്കിനും ഇതൊരു 50 മാർക്ക് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പഠനം സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പൊതുവിജ്ഞാനവും ആനുകാലികവും എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുന്ന ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് അന്തർദേശീയ, ദേശീയ, പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ, ശാസ്ത്ര, സാങ്കേതിക, കായിക, കലാവിനോദ, സാഹിത്യ മേഖലയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ, കറണ്ട് അഫെയർ. ഓക്കെ, കറണ്ട് അഫെയർ എവിടെയൊക്കെ വരുന്നുണ്ട്, അന്തർദേശീയം, ദേശീയം, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക എല്ലാ മേഖലയിൽ നിന്നും, സാമ്പത്തിക, സാമൂഹിക, ശാസ്ത്ര, സാങ്കേതിക, കായിക, കലാവിനോദ, സാഹിത്യ മേഖലകളിൽ എല്ലാം എന്ത് ചോദിക്കുന്നുണ്ട്, കറണ്ട് അഫെയർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ന്യൂസ് പേപ്പർ റീഡിങ് എന്ത് വേണം, നിങ്ങളൊരു എക്സാമിന് മുമ്പ് നിങ്ങൾ നടത്തിയിരിക്കണം. ഓക്കെ, ന്യൂസ് പേപ്പർ ഇതെല്ലാം നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ കാണുന്നതായിരിക്കും കറണ്ട് അഫെയർ റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ന്യൂസ് പേപ്പർ റീഡിങ് നിങ്ങൾ തുടങ്ങിയിരിക്കണം. ഇനി പിന്നെന്താണ്, പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ, പ്രമുഖ ദേശീയ, അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ, സാരഥികൾ. ഇതാണ് ആദ്യത്തെ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് സിലബസ് എടുക്കുക. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞിരിക്കുന്ന ദേവസ്വം LDക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഏരിയ എന്ന് ചോദ്യം വന്നിരിക്കുന്നത് എന്നും കൂടി ഒന്ന് അടയാളപ്പെടുത്തി പോവുക. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി അടുത്ത ഭാഗമാണ് സാമൂഹിക, സാമ്പത്തിക, വ്യാവസായിക, വിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പ്രധാന വ്യക്തികളും. ഓക്കെ, അപ്പൊ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ചാണ്. ഏതൊക്കെ മേഖലകളിൽ, സാമൂഹ്യം, സാമ്പത്തികം, വ്യാവസായികം, വിനിമയ മേഖലകളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കൈവച്ചിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് കായിക രംഗത്തെ
എന്താണ് ഇന്ത്യൻ കുതിപ്പ്, അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം, കൈവരിച്ച നേട്ടങ്ങൾ, അർജുന അവാർഡ് ജേതാക്കൾ, പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഓക്കെ, കറണ്ട് അഫെയറും പഠിക്കണം, അതോടൊപ്പം തുടക്കം മുതലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ്, കായികം ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ കേരളത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കേരളമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അച്ചീവ്മെന്റ് നേടിയ ആളുകൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് കായികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് ഗതാഗതം, റോഡ്, റെയിൽവേ, ജലപാതകൾ, വ്യോമയാനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ LD ക്ലർക്ക് നോക്കിയാൽ അറിയാം, റെയിൽവേ സോണുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പോർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ LD ക്ലർക്ക് എടുത്താൽ മതി. ഏതിൻ്റെ, നമ്മുടെ ഗുരുവായൂർ ദേവസ്വം LD ക്ലർക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട് 2 or 3 ചോദ്യങ്ങൾ ആ ഒരു ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗതാഗതമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. അതുപോലെ റെയിൽവേ സോണുകൾ പഠിക്കണം, മെട്രോ റെയിലുകളെ കുറിച്ച് പഠിക്കണം, വിമാനത്താവളങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ജലപാതകൾ ചോദിച്ചിട്ടുണ്ട്, കപ്പൽ നിർമ്മാണശാലകൾ, അത് ഇന്ത്യയിലെയും ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകളും അതേപോലെ തന്നെ റെയിൽവേ സോണുകളും ദേശീയ ജലപാതകളും എല്ലാം ഈ ഗതാഗതം എന്ന് പറഞ്ഞൊരു ഏരിയ നിർബന്ധമായിട്ടും പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാം. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, പുറകോട്ട് ഇപ്പോൾ LD ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ LD വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ LD എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ അനാലിസിസ് നടത്തിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സിലബസ് എടുക്കുക, അനലൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഏത് ലെവലിലാണ്, ബേസിക് ലെവലിലാണോ. നിങ്ങൾ 2 or 3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്താണ്, ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണോ, ലോ ലെവൽ അല്ലെങ്കിൽ ഒരു മീഡിയം ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അനലൈസ് ചെയ്ത് പഠിക്കുക. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി അടുത്തത് ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ. ഓക്കെ, സാഹിത്യകാരന്മാരും അവരുടെ രചനകൾ, കഥാപാത്രങ്ങൾ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, അവാർഡ് ജേതാക്കൾ, അങ്ങനെയുള്ള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോക്കാം. ഇനി അടുത്തത്, ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം, ലക്ഷ്യവും പ്രയോജനവും, ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റി, ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ, അവയുടെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മൾ നോർമലി PSC നടന്ന LD ക്ലർക്കിനും ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ, മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതേ പാറ്റേണിൽ തന്നെ ഇവിടെയും ചോദിക്കാറുണ്ട്. ഇനി അടുത്താണ് സംസ്ഥാന ഭരണവും ഭരണ സംവിധാനവും, അതായത് മന്ത്രിസഭ, മന്ത്രിമാർ, വകുപ്പുകൾ, ചീഫ് സെക്രട്ടറി, അതേപോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഓരോ മന്ത്രിമാരും അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം സംസ്ഥാന ഭരണവും ഭരണ സംവിധാനവും, മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇനി അടുത്തത് സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി. ഓക്കെ, സഹകരണ കോപ്പറേറ്റീവ് മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഘടന, സാരഥികൾ, കൈവരിച്ച നേട്ടങ്ങൾ, സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയൻ, ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കോപ്പറേറ്റീവായിട്ട് ബന്ധപ്പെട്ട് സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ട് പോകണം. അടുത്തത് ഇന്ത്യയിലെ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ. ഓക്കെ, അതുപോലെ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, കുറച്ചും കൂടെ എന്താണ് ഇന്ത്യയിലെ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അതായത് ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും, സാമൂഹ്യ വനവൽക്കരണ പദ്ധതികൾ, പിന്നെന്താണ് പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങൾ, പരിസ്ഥിതി സംഘടനകൾ, പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ, അവരുടെ സംഭാവനകളും, ഇക്കോ ടൂറിസവും. ഓക്കെ, അപ്പൊ ഇത് ചോദ്യപേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, ഓരോ മൂവ്മെന്റും നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മൂവ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതിൽ ആളുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങളും LD ക്ലർക്കിൽ കാണാം. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എല്ലാ എക്സാമുകൾക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ LDക്കും എന്ത് പഠിക്കണം, ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പ്രധാനമായിട്ടും ആമുഖത്തെക്കുറിച്ചും, മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഭരണഘടനയിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. നമുക്കറിയാം ഭരണഘടന എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലെ, അമെന്റ്മെന്റ് ഉൾപ്പെടെ ആർട്ടിക്കിൾസ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ആമുഖത്തെക്കുറിച്ച്
ആമുഖം അമെന്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ, ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഉൾപ്പെടെ, അങ്ങനെയുള്ള ഓരോ കാര്യം ആമുഖം പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ടോപ്പിക് പഠിക്കാണ്ട് എല്ലാം കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ മൗലികാവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഇത്ര വരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ച് അറിയുക. പിന്നെ ദേശീയഗാനം, ദേശീയ ഗീതം, ദേശീയ പതാക, ഇവയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഭരണഘടനയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിന് മുമ്പ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന. ഇനി അടുത്തത് UN-ഉമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരാറുണ്ട്. നമ്മുടെ സിലബസിൽ UN-നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഐക്യരാഷ്ട്രസഭയും അതിന്റെ പിറവിയും ലക്ഷ്യങ്ങളും. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ നിയമ പുസ്തകം, പിന്നെന്താണ് അടിസ്ഥാന തത്വങ്ങൾ, അതിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്, പ്രധാന ഘടകങ്ങൾ, അനുബന്ധ സംഘടനകൾ, പ്രവർത്തനം, ആസ്ഥാനങ്ങൾ, ഐക്യരാഷ്ട്ര ദിനം, ഓക്കെ, ആഘോഷ ലക്ഷ്യങ്ങൾ, മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ, കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, സാർക്ക്, ആസിയാൻ, ബ്രിക്സ് തുടങ്ങിയവ അതിലെ അംഗരാജ്യങ്ങളും. ഓക്കെ, അപ്പോൾ ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കോമൺവെൽത്ത്, ചേരിചേരാ പ്രസ്ഥാനം, സാർക്ക്, ആസിയാൻ, ബ്രിക്സ്, ഇവിടെ എന്താണ് തുടങ്ങിയവയും അംഗരാജ്യങ്ങളെ കുറിച്ചും അതൊക്കെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്. കോമൺവെൽത്ത് ആണെങ്കിൽ കോമൺവെൽത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യാം, മിസ് ചെയ്യാതെ പഠിക്കുക. അപ്പൊ UN നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ നോക്കുന്ന സമയത്ത് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ ഏരിയ പഠിക്കുന്ന സമയത്തും നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉൾപ്പെടെ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതി പോകാൻ പറ്റണം. നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് ഇന്ന ചോദ്യം, ഈ ഒരു LD ക്ലർക്കിന് ഇന്ന ചോദ്യം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെക്കുക. ഏത് LD ആണെന്നുള്ളത് ബ്രാക്കറ്റിൽ ഇയർ വൈസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ UN-ആയിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ എന്താണ് പ്രധാന അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ചൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ. അടുത്താണ് കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കണം. അതിന്റെ ഘടന, ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്, ചിലപ്പം എന്ത് ചെയ്യാം, തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൊക്കെ ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അതിന്റെ ഘടന, അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ, ലോകസഭ, നിയമസഭ, തെരഞ്ഞെടുപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ടോപ്പിക്കായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നോക്കാം. അടുത്തത് സാമൂഹ്യ നന്മയും സുരക്ഷയും സാമൂഹ്യ ഭദ്രതയും സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനുമായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ. സാമൂഹ്യ സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ, സ്ഥാപനങ്ങൾ. പദ്ധതിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കഴിഞ്ഞ എക്സാമുകൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നൊരു ഏരിയ ആണ് ഇത്, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോക്പാൽ, ലോകായുക്ത ഒക്കെ ഇല്ലേ, അതായത് ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ, അഴിമതി നിയന്ത്രണത്തിനായുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ, ലോക്പാൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ, ബ്യൂറോകൾ, അവയുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്താണെന്നുള്ളത് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഏതാണ് നമ്മുടെ ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് ആഗോളതാപനവും ഓസോൺ പാളിയുടെ ശോഷണം, കാരണങ്ങൾ, മുൻകരുതലുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മറ്റു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് മറ്റൊരു ടോപ്പിക്കാണ്. പിന്നെ മറ്റൊന്നാണ് വനങ്ങൾ. ഓക്കെ, വനങ്ങളുടെ പ്രാധാന്യം, പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ, വിവിധതരം വനങ്ങൾ, ഉഷ്ണമേഖലാ വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, അങ്ങനെ എന്താണ് നമ്മുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ SCERT ബുക്കിൽ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓരോന്നും ഈ വനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നമ്മൾ SCERT ബുക്കിലുണ്ട്. അപ്പോൾ SCERT ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികൾ. അതായത് അത് ട്രാഫിക് സിഗ്നൽസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള അവബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത നമ്മളെ ഏതാണ് കേരളീയ കലാരൂപങ്ങൾ. അതായത് നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ ഇല്ലേ, ആർട്ട് ആൻഡ് കൾച്ചറിൽ കേരളീയ കലാപാരമ്പര്യം, നാടൻ കലകൾ, നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കലാകാരങ്ങളെ കുറിച്ചും വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചും കോട്ടകൾ, കൊട്ടാരങ്ങൾ, സ്മാരകങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കാം. ഇനി ഇതൊക്കെ GK-യിൽ വരുന്ന കാര്യങ്ങളാണ്. 50 മാർക്ക് വരുന്ന GK കറണ്ട് അഫെയർ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം, ഭൂപ്രകൃതി എന്താണ്, കാലാവസ്ഥ, നദികൾ, കായലുകൾ, മണ്ണിനങ്ങൾ, സസ്യ ജന്തുജാലങ്ങൾ, ഗതാഗതം, വാർത്താവിനിമയം, വ്യവസായം. ഓക്കെ, കാണുമ്പം ചെറുതാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊക്കെ എത്രത്തോളം വൈഡ് ആണെന്നുള്ളത് അല്ലെ. കേരളത്തിൽ 44 നദികളുണ്ട്.
അപ്പോൾ നമുക്ക് ഈ നദികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ലൈനിൽ നമുക്ക് അതിനെ നിർത്താൻ പറ്റില്ല അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? നദികളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ട ചില നദികളുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ നദികൾ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഈ നദികൾ എന്ന് പറഞ്ഞ ഒരൊറ്റ സെന്റൻസ് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ. ഈ GK എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അവർ എന്താണ് അതിൻ്റെ ഒരു പരിധിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പ്രാചീന കേരളം നമുക്ക് പഠിക്കാനുണ്ട്. ചില എക്സാമിനുകൾ നമുക്ക് പ്രാചീന കേരളം ചോദിക്കാറില്ല അല്ലെ, റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ ഇതിൽ പ്രാചീന കേരളം പഠിക്കണം, മധ്യകാല കേരളം പഠിക്കണം. അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി ആധുനിക കേരളം, യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന ചെറുത്തുനിൽപ്പ്, ഇതൊക്കെ എന്താണ് നമ്മുടെ SCERT ബുക്കിൽ കൃത്യമായിട്ട് ഇതേ ഹെഡിങ്ങോട് കൂടി തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ SCERT ബുക്കിനെ ബേസ് ചെയ്തിട്ട് എന്ത് പഠിക്കാം, ആധുനിക കേരളമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ചാപ്റ്റർ തന്നെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല, അതിൻ്റെ പുരോഗതിയും നേട്ടങ്ങളും. ഓക്കെ, പിന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും റിനൈസൻസ് ലീഡേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ശ്രീനാരായണ ഗുരു മുതൽ അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമികൾ മുതൽ അങ്ങോട്ട് നമുക്ക് കുറച്ച് ആളുകളുണ്ട് അല്ലേ, അവരൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അടുത്തത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ, ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ GK എന്ന് പറഞ്ഞൊരു ഭാഗം നമുക്കവിടെ കഴിഞ്ഞു. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കുമ്പം ഇതുപോലെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക, അതിനെ നോട്ട് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്ന് എങ്ങനെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇത് മാത്രമല്ല ആനുകാലിക വിഷയങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിലൊക്കെ കറണ്ട് അഫെയർ ടോപ്പിക്കും എന്ത് വരും, ഈ ഒരു ഭാഗത്ത് നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്സ് ലഘുഗണിതവും മാനസിക ശേഷിയും യുക്തിയും മാത്സ് റീസണിങ് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഒരു 10 മാർക്കിന് വരാറുണ്ട്. അപ്പോൾ അവിടെ ചോദ്യങ്ങൾ വരുന്നത് അംശബന്ധം അനുപാതം എന്ന് പറഞ്ഞൊരു ഭാഗത്തുനിന്ന്, അതിൽ 2 അളവുകളുടെ അംശബന്ധം, 3 അളവുകളുടെ അംശബന്ധം, നേരനുപാതം, വിപരീത അനുപാതം, ഇത്രയുമാണ് നമ്മൾ അംശബന്ധം അനുപാതം എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പഠിക്കാനുള്ളത്. പിന്നെയാണ് ഏത്, ശതമാനം, ശരാശരി, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ. ഓക്കെ, പിന്നെ എന്താണ് ജാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും, വൃത്തം, ത്രികോണം, ചതുരം, ഇതാണ് ജാമിതീയ രൂപങ്ങൾ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വൃത്തം, ത്രികോണം, ചതുരം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ സമയവും ദൂരവും, ദിശാബോധം. ഓക്കെ, ഡയറക്ഷൻസ് ഉണ്ടല്ലോ, ഡയറക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അനുക്രമങ്ങൾ, സംഖ്യാനുക്രമങ്ങൾ, അക്ഷരാനുക്രമങ്ങൾ, സാധ്യതകളുടെ ഗണിതം. ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് മാത്സിന് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഷുവറായിട്ടും 10ൽ 10 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഒരു ടോപ്പിക് തന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഡെയിലി 1 മണിക്കൂർ. മാത്സ് ബുദ്ധിമുട്ടുള്ള ആളുകൾ കൂടുതൽ സമയം മാത്സിന് വേണ്ടി മാറ്റിവെക്കുക. അതല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ മാത്സ് പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും മലയാളം പഠിക്കാനും ഡെയിലി നിങ്ങളുടെ സമയം മാറ്റിവെച്ചേ പറ്റുള്ളൂ. ഓക്കെ, കാരണം നമുക്കൊരു 30 മാർക്ക് അവിടെ ഈസി ആയിട്ട് നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. GK എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും അല്ലെ, വൈഡായിട്ട് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്, എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ചു വെക്കാം. മാത്സിലെയും ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും 30 മാർക്ക് നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മാത്സിൽ ഇത്രയും ടോപ്പിക്കാണുള്ളത്. അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് നമുക്കറിയാം ഒരു കോംപ്രഹെൻഷൻ, ടെസ്റ്റിംഗ് സ്കിൽ ഓഫ് കോംപ്രഹെൻഷൻ ആണ്. ഒരു സിമ്പിൾ പാസേജ് തരും, ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, പിന്നെ എന്താണ് വെക്കാബുലറിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ആന്റോണിംസ് പഠിക്കാനുണ്ട്, സിനോണിംസ് പഠിക്കാനുണ്ട് അല്ലെ. ആന്റോണിംസ്, സിനോണിംസ് നമുക്കറിയാം ഇംഗ്ലീഷിൽ ആന്റോണിംസും സിനോണിംസും വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ PSCക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ആന്റോണിംസും സിനോണിംസും പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ചേഞ്ച് ഓഫ് ജെൻഡർ, വേർഡ് ഓഫൻ കൺഫ്യൂസ്ഡ്, 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇത്രയാണ് വെക്കാബുലറിയിൽ എന്താണ് വെക്കാബുലറി ആ ഒരു ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്രാമർ. നമുക്കവിടെ ടെൻസ് പഠിക്കാനുണ്ട്, കോൺകോഡ് പഠിക്കാനുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ് പഠിക്കാനുണ്ട്, പ്രിപ്പോസിഷൻസ് ഉണ്ട്, പാസീവ് ആക്റ്റീവ് പാസീവ് വോയിസ് പഠിക്കാനുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കാനുണ്ട്, ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, മൊഡാൽ ഓക്സിലറി, ഡിഗ്രി ഓഫ് കമ്പാരിസൺ, എറർ. ഓക്കെ, സ്പെല്ലിംഗ് എറർ, അതായത് എറർ ഉണ്ടല്ലോ, എറർ കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. അഡ്ജക്റ്റീവ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, കോമൺലി യൂസ്ഡ് ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ്. ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട്. 10 മാർക്കിന് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും വരും.
പിന്നെയാണ് മലയാളം ഗ്രാമർ. നിങ്ങൾക്കറിയാം എന്താണ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10 മാർക്കിന് മലയാളത്തിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഓക്കെ, പിന്നെ ക്ഷേത്ര കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് നമ്മളെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒരു 10 ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറും സിലബസിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ LD ക്ലർക്കിൽ കേട്ടോ. ഇനി ചിലപ്പോൾ പുതിയ സിലബസ് വരുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ ഇന്ന ടോപ്പിക്ക് പഠിക്കണമെന്ന് വരുമായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും ബേസിക് കമ്പ്യൂട്ടർ നോളജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് നമ്മുടെ KDRB എക്സാമിന് കണ്ടുവന്നിട്ടുണ്ട്. പിന്നെയുള്ളതാണ് നമ്മുടെ ക്ഷേത്രകാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു 10 മാർക്കിനെ കാണാറുള്ളൂ. 15-20 മാർക്ക് ഇതിന് മുമ്പുള്ള എക്സാമിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 10 മാർക്കിനാണ് ചോദ്യങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്ര ഉത്സവങ്ങൾ, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ആഘോഷങ്ങൾ, അവയുടെ സാമൂഹിക പ്രസക്തി, പ്രാധാന്യം. അതായത് നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ള ക്ഷേത്രങ്ങളും അവിടുത്തെ ആചാരങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഓക്കെ അതെന്ത് ചെയ്യുക, മിനിമം നിങ്ങൾ കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അതായിരിക്കും അടുത്തൊരു എക്സാമിന് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷനിലെ ക്ഷേത്രങ്ങളും കാര്യങ്ങളും പഠിക്കാം. ഓക്കെ, പിന്നെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ, അവയുടെ പ്രത്യേകതകൾ, അവിടുത്തെ നിത്യാനുഷ്ഠാനങ്ങൾ, അതായത് ഡെയിലി നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാം. പിന്നെ ക്ഷേത്ര മര്യാദകൾ, ക്ഷേത്രകലകൾ, പിന്നെന്താണ് ക്ഷേത്രവാദ്യങ്ങൾ, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, അനുഷ്ഠാന കലകൾ, അനുഷ്ഠാന വാദ്യകലകൾ, വേദങ്ങൾ, ഉപനിഷത്തൊക്കെ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നു കേട്ടോ. വേദങ്ങളും ഉപനിഷത്തൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. പുരാണങ്ങൾ, മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ, അവയുടെ സൃഷ്ടാക്കൾ, കഥാപാത്രങ്ങൾ. ഓക്കെ, പിന്നെ ഹൈന്ദവ ആചാര്യന്മാർ, തത്വചിന്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഭക്തിപ്രസ്ഥാനം ആവിർഭാവം, ഭക്തിപ്രസ്ഥാന നായകർ, അവരുടെ ആധ്യാത്മിക രചനകൾ, വിവിധ ദേവസ്വം ബോർഡുകൾ. അതായത് ഇപ്പം കേരളത്തിൽ 5 ദേവസ്വം ബോർഡാണല്ലോ. 5 ദേവസ്വം ബോർഡിലെ കാര്യങ്ങൾ, അവിടുത്തെ പ്രസിഡന്റിനെ കുറിച്ചും ഒക്കെ അവരുടെ മുഖപത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഇതാണ് ഒരു 10 മാർക്കിന് വരുന്ന സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ആയി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം വൈഡായിട്ട് കിടക്കുന്നതാണെന്നുള്ളത് അല്ലേ. അപ്പോൾ വൈഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പരിധിയിൽ കൊണ്ടുവരണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഓരോ ഏരിയയിൽ നിന്നും എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഈ സിലബസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ഇത്രയും വൈഡായിട്ട് കിടക്കുന്ന GKയിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളെ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്കറിയാം LD ക്ലർക്ക് ഉൾപ്പെടെ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ LDയുടെ സിലബസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത് കൂടാതെ മറ്റു പല പോസ്റ്റുകളും ഉണ്ട്, അതൊക്കെ ഇത്രയും വൈഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ളൊരു പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ കട്ട് ഓഫ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-ന് മുകളിലൊക്കെ കട്ട് ഓഫ് കഴിഞ്ഞ LDക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പഠനം നമുക്കിവിടെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ്, മെൻറ്റർഷിപ്പോട് കൂടിയാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ ഡെയിലി പഠിക്കാൻ ടൈം ടേബിൾ തരും. ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ട് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും ആ വീക്ക് തന്നെ. പിന്നെ എന്തായിരിക്കും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, വീക്ക്ലി റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മോഡൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ അതേ രീതിയിലൊക്കെയാണ് നമ്മുടെ കോച്ചിങ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സ്റ്റഡി നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ്, ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോസ്, കറണ്ട് അഫെയർ ടോപ്പിക് ഉൾപ്പെടെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.